ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാൾ മുംബൈ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. നടന്റെ ബാന്ദ്രയിലെ വീട്ടിൽ കടന്നു കയറിയ പ്രതി കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ബഹളം കേട്ട് ഓടിയെത്തിയ സെയ്ഫ് അലി ഖാനെ 6 തവണ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. പ്രതി 1 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നും നടന്റെ വീട്ടുജോലിക്കാരിയായ ഏലിയാമ്മ ഫിലിപ്പ് പോലീസിനോട് പറഞ്ഞിരുന്നു. ഏലിയാമ്മ ഫിലിപ്പിനും മറ്റൊരു വീട്ടുജോലിക്കാരിക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സെയ്ഫിന്റെ മകൻ ജേഹിന്റെ റൂമിൽ കയറിയ അക്രമി 1 കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നു. ഇല്ലെങ്കിൽ കുട്ടിയെ ആക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഇത് തടയാൻ ശ്രമിച്ച ഏലിയാമ്മയുടെ കൈക്ക് കത്തികൊണ്ട് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ശബ്ദം കേട്ട് ഓടിയെത്തിയ നടനെ 6 തവണ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പ്രതി വീട്ടിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നടൻ ആക്രമിക്കപ്പെടുന്നതിന് 2 മണിക്കൂർ മുന്നെയാണ് ആക്രമികൾ വീടിനുള്ളിൽ പ്രവേശിച്ചത്. സമീപത്തെ വീടിന്റെ മതിലിലൂടെയാണ് ഇയാൾ സെയ്ഫിന്റെ വീട്ടിലേക്ക് കയറിയത്. ഫയർ എസ്കേപ്പ് പടികൾ വഴി ഇയാൾ അകത്ത് കയറി. മോഷണം തന്നെയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 2:30-യോടെയാണ് സെയ്ഫിന്റെ മുംബൈയിലെ വസതിയിൽ മോഷ്ടാക്കൾ എത്തിയത്. വീടിനുള്ളിൽ അസ്വാഭാവിക ശബ്ദം കേട്ട് ജോലിക്കാരി ആദ്യം ഉണർന്നു. തൊട്ടു പിന്നാലെ സെയ്ഫ് അലി ഖാനും ഇവിടേക്ക് എത്തുകയായിരുന്നു. മോഷ്ടാക്കളെ പ്രതിരോധിക്കുന്നതിനിടയിൽ സെയ്ഫിനെ മോഷ്ടാക്കളിൽ ഒരാൾ കുത്തുകയായിരുന്നു. കുടുംബാംഗങ്ങൾ ചേർന്ന് ഉടൻ തന്നെ സെയ്ഫിനെ മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സെയ്ഫിനേറ്റ കുത്തിൽ 2 എണ്ണം ആഴമേറിയതായിരുന്നു. നട്ടെല്ലിന് സമീപം കുത്തേറ്റതിനാൽ സെയ്ഫിനെ അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. നിലവിൽ സെയ്ഫ് അലി ഖാൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ കഴിയുകയാണ് താരം.